അപ്പോ ഈ പെർഫ്യൂം എന്തിൽ നിന്നെല്ലാം ഉണ്ടാക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ പെർഫ്യൂം പലതിൽ നിന്നും ഉണ്ടാക്കുന്നു. റോസ്, ജാസ്മീന് പോലെയുള്ള പുഷ്പങ്ങളിൽ നിന്ന് പെർഫ്യൂം ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ ഫ്രൂട്ട്സിന്റെ ഓറഞ്ച്, അതുപോലെ തന്നെ ലെമൺ പോലെയുള്ള ഫ്രൂട്ട്സുകളിൽ നിന്നും പെർഫ്യൂം ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ മരങ്ങൾ നോക്കിയാൽ ഊത് മരങ്ങൾ, ഇന്ത്യയിൽ ഏറ്റവും ലഭിക്കുന്ന ഒരു മരമാണ് ഊത് മരങ്ങൾ. ഊത് മരങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലങ്ങൾ ഒരുപാട് നമ്മുടെ ഇന്ത്യയിൽ തന്നെയുണ്ട്. അതുപോലെ തന്നെ ആ ഊത് മരങ്ങളിൽ നിന്ന്, അതുപോലെ തന്നെ ചെറിയ ചെറിയ ചെടികളിൽ നിന്ന്, ഇലകളിൽ നിന്നെല്ലാം പെർഫ്യൂം ഉണ്ടാക്കുന്നുണ്ട്. അതിന് ആ ഒറിജിനൽ ഐറ്റംസ് ഇന്ന് മാർക്കറ്റിൽ വലിയ വില ഉള്ളത് കൊണ്ട്, വലിയ അതിന് മാർജിൻ ആയി വരുന്നത് കൊണ്ട്, അല്ലെങ്കിൽ വില കൊടുക്കുന്നത് കൊണ്ട് അതിന് വേറെ സിന്തറ്റിക് എന്ന് പറഞ്ഞാൽ അതിന് ആൽക്കഹോളുകൾ ചേർത്ത് പെർഫ്യൂമുകൾ ഉണ്ടാക്കി ഇന്ന് മാർക്കറ്റിൽ എങ്ങനെയുള്ള ഏത് പെർഫ്യൂം വേണമെങ്കിലും നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ആൽക്കഹോൾ എന്നുള്ളത് ഇത് ഈ ഫ്രാഗ്രൻസിയുടെ അല്ലെങ്കിൽ ഈ ഒറിജിനൽ ഈ ഊതിന്റെ ഈ സ്മെല്ലുകളെ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ആൽക്കഹോൾ. ആൽക്കഹോൾ യൂസ് ചെയ്യുന്നതിനാണ് എല്ലാവരിലേക്കും എത്തിക്കാൻ, സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ആൽക്കഹോൾ. ആൽക്കഹോൾ യൂസ് ചെയ്യുന്നത് മണത്തെ സ്പ്രെഡ് ചെയ്യാൻ, ജനങ്ങളിലേക്ക് എത്തിക്കാൻ, ഒരു സ്ഥലത്ത് നിർത്താതെ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ് ഈ ആൽക്കഹോൾ. അതുപോലെ തന്നെ ആൽക്കഹോൾ മാത്രമല്ല, ശുദ്ധജലത്തിനെ പെർഫ്യൂമിന് വേണ്ടി യൂസ് ചെയ്യലുണ്ട്. ശുദ്ധജലം എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഒരു കോപ്പയില് ഒരു ശുദ്ധജലം ഇങ്ങനെ കൂട്ടി വെച്ചാല് കുറെ ദിവസങ്ങൾ കഴിയുമ്പോൾ അതിൽ പുതുക്കളും വേറെ കീടനാശകങ്ങൾ വന്നിട്ട് അതിൽ കൂടുന്നു. അങ്ങനത്തെ ശുദ്ധവെള്ളമല്ല, നമ്മൾ ഈ ബാറ്ററിക്ക് വിടുന്ന ഡിസ്റ്റ് വാട്ടർ പോലെയുള്ള അങ്ങനത്തെ വെള്ളങ്ങളെ കൊണ്ടും എന്തുണ്ടാക്കലുണ്ട്, പെർഫ്യൂം ഉണ്ടാക്കലുണ്ട്. കാരണം ഈ ഡിസ്റ്റ് വാട്ടർ എന്ന് പറയുമ്പോൾ അത് എത്ര സമയം വെച്ചാലും അതിലൊന്നും വന്നിട്ട് ചേരൂല. അത് ഫിൽട്ടറാക്കി എടുത്ത വെള്ളം, ഞങ്ങൾ വെള്ളത്തിൽ നിന്ന് തന്നെ അതിനെ ഒന്നും കൂടി ഫിൽട്ടറാക്കി വെച്ച വെള്ളം, അതിൽ വേറെ ഒന്നും വന്നിട്ട് കൂടാൻ സാധ്യതയില്ല വർഷങ്ങൾ വെച്ചാലും. ആ വെള്ളം, അതാണ് ആ ശുദ്ധവെള്ളമാണ് ഞാൻ പറഞ്ഞത്. ആ വെള്ളം പെർഫ്യൂം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യലുണ്ട്. അപ്പോൾ പല ആൾക്കാരും ഈ പെർഫ്യൂം മേക്കിംഗ് പഠിക്കുന്ന അല്ലെങ്കിൽ അത്തറിനെ കുറിച്ചിട്ട് പഠിക്കുന്നതിരിക്കുമ്പോൾ ഞങ്ങൾക്ക് യൂട്യൂബിൽ നോക്കിയിട്ട് പഠിക്കാം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന വീഡിയോ നോക്കിയിട്ട് പഠിക്കാന്നല്ല ചിന്തിക്കുന്നത്. പക്ഷെ ഇത് ഇങ്ങനെ പഠിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമല്ല. കാരണം ഞാൻ പഠിച്ചതില് ഞാൻ കുറെ വീഡിയോ ഇതെല്ലാം കണ്ടിന്. പക്ഷെ പെർഫ്യൂം മേക്കിംഗ്, അത്തർ മേക്കിംഗ് അല്ലെങ്കിൽ അതിനെ കുറിച്ചിട്ട് പഠിക്കുന്ന ചിലങ്ങ് അത് അത് അതിലേക്ക് ഇറങ്ങിയിട്ട് പഠിക്കാതെ അതിന് പഠിക്കാൻ സാധ്യമല്ല. അത്രയും വലിയ ഒരു അത് ലോകമാണ്, അത്തറിൻ്റെതാണെങ്കിലും പെർഫ്യൂമിൻ്റെതാണെങ്കിലും. ഉദാഹരണം ചെന്നെങ്കിൽ ഇപ്പൊ കുളത്തിൽ ഒരാൾ നീന്തുന്നു, അയാൾ നീന്തുന്നത് മറ്റൊരാൾ കാണുന്നു. അയാൾ ഒരു പ്രാവശ്യം കണ്ടല്ല, 2-3 കൊല്ലമായി എല്ലാ ദിവസവും അയാൾ വരുന്ന് ഡ്രസ്സെല്ലാം അയച്ചിട്ട് അയാൾ കുളത്തിൽ നീന്തിയിട്ട് ഇറങ്ങിയിട്ട് നീന്തിയിട്ട് അയാൾ എണിച്ചു വരുന്നു. ഇത് അയാൾ കാണുന്നത് 3 കൊല്ലം 4 കൊല്ലമായി. എന്നിട്ട് 4 കൊല്ലം ഇയാൾ കണ്ടില്ല, ഇയാൾ എങ്ങനെ നീന്തുന്നു എങ്ങനെ വരുന്നെല്ലാം കണ്ടില്ലേ. എന്നിട്ട് ഇയാൾ കുളത്തിൽ ഇറങ്ങിയാല് കുളത്തിൽ അയാൾ ഇറങ്ങിയതേ കാണും, പിന്നെ അയാൾ പൊങ്ങി വരത്തില്ല. ആ രൂപത്തിലായിട്ടുണ്ടാവും. പക്ഷെ അതാണ് ഞാൻ പറഞ്ഞത്, ഇതിന് ഞങ്ങൾ വന്നിട്ട് ഇറങ്ങി പഠിക്കണം, പഠിച്ചാലേ സാധിക്കും. അല്ലെങ്കിൽ മുങ്ങിപ്പോവും. വീഡിയോ അല്ലെങ്കിൽ യൂട്യൂബിൽ കാണുന്നത് കൊണ്ട് ചെയ്താൽ ഇല്ല. ഇത് ഓരോന്ന് ചെയ്ത് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. ഓരോ ഓയിലുകളെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ഓരോ ബ്രാൻഡിനെ കുറിച്ചിട്ടും ഇത് ഞങ്ങൾ സ്വന്തം സെർച്ച് ചെയ്ത് പഠിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ഇത് വേറെ ഒന്നും കൊണ്ടോ ഇത് പഠിക്കാൻ സാധ്യമല്ല. അപ്പൊ ഇതിന്റെ കോഴ്സിലേക്ക് അല്ലെങ്കിൽ ഇത് പഠിക്കുന്ന ആളിലേക്ക് ഒന്നിച്ച് ചേർന്ന് അവരെ കൂടെ പ്രാക്ടിക്കലായി പഠിച്ചാൽ സാധിക്കുന്ന ഒരു കാര്യമാണ്. ഇതുകൊണ്ട് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. അപ്പൊ ഈ പെർഫ്യൂമിനെ ಬಗ್ಗೆ ഞങ്ങൾ പഠിക്കുന്നെങ്കിൽ അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് അറിയണമെങ്കിൽ അതിന്റെ കളത്തിൽ ഞങ്ങൾ ഇറങ്ങണം. അപ്പൊ ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് പഠിക്കാൻ സാധ്യമാണ്. ഞങ്ങൾ കുറെ വീഡിയോ അത് ഇത് നോക്കിയാൽ ഞങ്ങൾക്ക് പഠിക്കാൻ സാധ്യമാവില്ല. നമുക്കത് എന്തെല്ലാം അതിന്റെ ഓയിലിനെ കുറിച്ചിട്ടും അതിന്റെ ബാക്കി അതിന്റെ ഓരോ ബ്രാൻഡിനെ കുറിച്ചിട്ടും നമുക്ക് അറിയണം. ലോങ് ലാസ്റ്റിംഗ് ഓയിലിനെ കുറിച്ചിട്ട് അറിയണം. ഇങ്ങനെ അറിഞ്ഞെങ്കിലെല്ലാം ഇതിനെ കുറിച്ച് ഞങ്ങൾക്ക് പഠിക്കാനും മനസ്സിലാക്കാനും സാധിക്കുന്നു. അപ്പൊ പഠിക്കാൻ ഞമ്മ ഇറങ്ങിയെങ്കിൽ ഞങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. അപ്പൊ എല്ലാവരും ഇതിനെ കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. ഓക്കെ, താങ്ക് യു.